ബി.ജെ.പി. ഭരിക്കുന്ന തിരുവനന്തപുരം നഗരസഭയുടെ കെടുകാര്യസ്ഥതയ്ക്ക് എതിരെ കടുത്ത പ്രതിഷേധവുമായി പ്രതിപക്ഷം. നഗരത്തിൽ കുടിവെള്ളക്ഷാമത്തിനൊപ്പം മാലിന്യ പ്രശ്നവും രൂക്ഷമാവുകയാണ്. ഭരണം നടത്താൻ അറിയില്ലെങ്കിൽ മേയർ രാജിവെച്ച് പുറത്തുപോകണമെന്ന് LDF ആവശ്യപ്പെട്ടു. പ്രശ്നം പരിഹരിക്കാൻ ഉടനടി നടപടിയുണ്ടായില്ലെങ്കിൽ മേയറെ നാട്ടുകാർ വഴിയിൽ തടയുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും നഗരസഭ LDF പാർലമെന്ററി പാർട്ടി നേതാവ് അഡ്വക്കേറ്റ് SP ദീപക് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം പൂർണ്ണമായും കുത്തഴിഞ്ഞ നിലയിലാണ് എന്നതാണ് LDFന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. നഗരത്തിൽ മാലിന്യം കുന്നുകൂടുന്നു, കുടിവെള്ളം കിട്ടാക്കനിയായി, തെരുവ് വിളക്കുകൾ കത്തുന്നില്ല. ഇത്തരത്തിൽ സമസ്ത മേഖലയിലും കെടുകാര്യസ്ഥതയാണ് BJPയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്ന് നഗരസഭയിലെ LDF പാർലമെന്ററി പാർട്ടി നേതാവ് അഡ്വക്കേറ്റ് SP ദീപക് കുറ്റപ്പെടുത്തി. മഴ വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സാധാരണ ഈ മഴക്കാലം വരുന്നതിന് മുമ്പ് അതിനു വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസും നടപടികളും ഒക്കെ എടുത്ത് എല്ലാ ഓടകളും തുറന്ന് വൃത്തിയാക്കി അതിനു വേണ്ടിയിട്ടുള്ള യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് ഈ സമയം എന്ന് പറയുന്നത്. ഒരു തരി കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇവർ കുറച്ച് റീൽസ് നടത്താനും ചില സ്ഥലങ്ങളിൽ പോയി നിന്നുകൊണ്ട് ചില ഫോട്ടോഷൂട്ടുകൾ എടുത്ത് അതിനെ അഭിനയിക്കുന്ന വക്താക്കളായിട്ട് ഈ പറയുന്ന മേയറും സംഘവും മാറിയിരിക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. നമ്മുടെ നഗരം നാറുകയല്ലേ യഥാർത്ഥത്തിൽ. കുടിവെള്ളക്ഷാമം നേരിട്ട കഴിഞ്ഞ കാലങ്ങളിൽ അന്നത്തെ മേയർക്കും ഭരണസമിതിക്കുമെതിരെ സമരം ചെയ്ത ആളുകളാണ് ഇപ്പോൾ സർക്കാരിന്റെ തലയിൽ കെട്ടിവയ്ക്കാൻ ശ്രമിക്കുന്നത്. ഭരണഘടനയും മുനിസിപ്പൽ നിയമവും പ്രകാരം തെരുവ് വിളക്കുകൾ, കുടിവെള്ളം, ശുചിത്വം എന്നിവയുടെ പ്രാഥമിക ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. കഴിഞ്ഞ കൌൺസിൽ പ്രത്യേക ആപ്പ് സംവിധാനം ഉപയോഗപ്പെടുത്തി സുതാര്യമായാണ് കുടിവെള്ള വിതരണം നടത്തിയത്. എന്നാൽ ഇത്തരം പദ്ധതികളിൽ അഴിമതി ആരോപിച്ച് യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ഒളിച്ചോടുകയാണ് നിലവിലെ ഭരണസമിതി. ഭരണം നടത്താൻ അറിയില്ലെങ്കിൽ മേയർ രാജിവെച്ച് പുറത്തു പോകണമെന്നും SP ദീപക് ആവശ്യപ്പെട്ടു. നേരത്തെയും ചിലപ്പോഴൊക്കെ തന്നെ ഇങ്ങനെ വെള്ളത്തിന്റെ ഷോർട്ടേജും കാര്യങ്ങളും ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ആ സന്ദർഭങ്ങളിലെല്ലാം ഈ പറയുന്ന കോർപ്പറേഷൻ അതിന്റെ സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ട് വണ്ടികൾക്കകത്ത് കോർപ്പറേഷന്റെ വണ്ടികളുണ്ടാവും. ഇനി അത് കൂടാതെ പിന്നെ വരുന്ന അവസരങ്ങളിൽ പുറത്തുനിന്ന് കോർപ്പറേഷൻ വണ്ടി വാടകയ്ക്കെടുത്ത് ഈ പറയുന്നത് പോലെ തന്നെ കുടിവെള്ളം കൃത്യമായിട്ട് എത്തിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഒരു മോണിറ്ററിംഗ് സെല്ല് തന്നെ നമ്മുടെ കോർപ്പറേഷനകത്ത് പ്രവർത്തിച്ചിരുന്നു. സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇടപെടാൻ നഗരസഭ തയ്യാറാകുന്നില്ല. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ഭരണം. പ്രശ്നപരിഹാരം ഉടനടി ഉണ്ടായില്ലെങ്കിൽ മേയറെ നാട്ടുകാർ വഴിയിൽ തടയുന്ന സാഹചര്യമുണ്ടാകുമെന്നും പ്രതിപക്ഷം മുന്നറിയിപ്പ് നൽകി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.